ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ട പരമ്പരയുടെ വരാൻ പോകുന്ന ചില വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ വിനീതും കൂടി ശാരദയും മക്കളെയും ഇത്രയേറെ ഉപദ്രവിക്കുന്ന കാര്യത്തെപ്പറ്റി സുജാതയോട് സംസാരിക്കുന്നുണ്ട്. അപ്പൊ സുജാതയ്ക്ക് ഇതൊക്കെ കേൾക്കുമ്പം വളരെയേറെ ദേഷ്യം വരികയാണ് കേട്ടോ. അത് കൂടാത്തതിന് ഗീത വന്ന് പറയും, കണ്ടോ അമ്മേ, അവൻ പോലും അമ്മയെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. അവൻ ഇപ്പോഴേ ആ ഗംഗയുടെ കാലിൽ സാഷ്ടാംഗം കിടക്കുക. അവക്കും അവളുടെ അമ്മയ്ക്കും വേണ്ടി സംസാരിക്കുന്നത് കേട്ടോ. അമ്മയെക്കാളും എന്നെക്കാളും ഒക്കെ അവന് വലുത് അവരാ. അമ്മ ഇത് ഇപ്പോഴേ പറഞ്ഞു നിർത്തിയില്ലെങ്കിൽ അമ്മയ്ക്ക് പോകെ പോകെ വിനീതിനെ നഷ്ടപ്പെടുത്തും. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്നൊക്കെ പറയട്ടോ. അപ്പം ഇത് കേൾക്കുമ്പോൾ സുജാത ആകെ ചിന്തിക്കുകയാണ്, എൻ്റെ മകനെ കൂടി ഇവരെല്ലാവരും കൂടി നഷ്ടപ്പെടുത്തുക. ഇപ്പം അവന് എന്നെക്കാളും വലുത് ശാരദയും മക്കളുമാണ്. അതത്ര നല്ലതല്ല. ഇവരിനിയും ഈ കുടുംബത്തിൽ നിന്ന് കഴിഞ്ഞാൽ അത് ശരിയാവില്ല. എൻ്റെ കുടുംബം തന്നെ തകരുന്നതിന് കാരണമാകും എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് ശാരദയും മക്കളും ഇരിക്കുന്നിടത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ. എന്നിട്ട് പറയും, ഹോ, കെട്ടിലമ്മയും മക്കളും ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നോ? എൻ്റെ മക്കളെ എന്നിൽ നിന്ന് അകറ്റാനല്ലേ നീക്ക കൂടി ശ്രമിക്കുന്നേ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പം ഈ ബഹളം എല്ലാം കേട്ടുകൊണ്ട് രാധമ്മ എങ്ങോട്ട് ഇറങ്ങി വരിക. നിനക്ക് എന്നാ സുജാതെ, നീ എന്തിനാ ശാരദയോട് ദേഷ്യപ്പെടുന്നേ? അമ്മയൊന്നും പറയണ്ട. അമ്മ ഇത്രയും നേരം എന്നോട് എന്താ പറഞ്ഞത്? ആങ്ങളുടെ ഭാര്യയാണ്, ആ ബഹുമാനം കാണിക്കണം, സ്നേഹം കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ ചെയ്യുന്നത് കണ്ടോ? എൻ്റെ മോനെ എന്നിൽ നിന്ന് അകറ്റാനായിട്ടാണ് ഇവള് ശ്രമിക്കുന്നത്. ഇപ്പം ഇവക്ക് വേണ്ടി സംസാരിക്കാൻ തുടങ്ങി. എൻ്റെ മോൻ ഞാൻ പറയുന്നതിന് അപ്പുറം പ്രവർത്തിക്കില്ലാത്തവനായിരുന്നു. അവനെ ഇത്രയേറെ വേദനിപ്പിച്ച ഈ ഗംഗ, എന്നിട്ട് അതെല്ലാം മറന്നുകൊണ്ട് ഇപ്പം എന്നെ ചോദ്യം ചെയ്യാൻ വരെയും എൻ്റെ മകൻ മുതിർന്നിരിക്കുന്നു. ഇനിയും ഇങ്ങനെ നിന്ന് കഴിഞ്ഞാലേ എനിക്ക് എൻ്റെ വിനീതനെ നഷ്ടപ്പെടും. എനിക്ക് എൻ്റെ മക്കൾ തന്നെയാണ് വലുത്. ഈ സുജാത ഇത്രയും കാലം ജീവിച്ചത് എൻ്റെ മക്കൾക്ക് വേണ്ടിയാ. അവരെ നഷ്ടപ്പെടുത്തുന്ന കാര്യം എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല. ദേ, ഈ നിമിഷം തളയും മക്കളും എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കോണം. ഇനിയും ഇവരെ പിടിച്ചിവിടെ നിർത്തിക്കഴിഞ്ഞാലേ അത് ശരിയാവത്തില്ല എന്ന് പറയാം. അപ്പം രാധമ്മ വന്ന് ചോദിക്കും, നീ എന്ത് വർത്തമാന സുജാത ഈ പറയുന്നത്? ഇവർ ഈ രാത്രിയിൽ എങ്ങോട്ട് ഇറങ്ങി പോകണമെന്നാ? ഇവരിറങ്ങിയാൽ ആ കൂടെ ഞാനും ഇറങ്ങും. പിന്നെ എനിക്ക് ഇങ്ങനൊരു മകളില്ല എന്ന് ഞാനും അങ്ങ് കരുതും എന്ന് പറയാം. അമ്മയോട് ഇറങ്ങി പോകാനൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ ശാരദയും മക്കളും ഇനി എൻ്റെ വീട്ടിൽ നിൽക്കുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമില്ല. കുറച്ചു മുന്നേ ഇവള് ഗീതയോട് ദേഷ്യപ്പെട്ടു, ഈ കാവേരി. അതും ഞാൻ ക്ഷമിച്ചു. ഇപ്പം വന്നിട്ടും പോയിട്ടും എൻ്റെ വിനീത്, അവനെയും എനിക്ക് നഷ്ടപ്പെടുന്ന രീതിയിലാണ് ഇവരുടെ ഓരോരോ പ്രവൃത്തികൾ. അതുകൊണ്ട് ഇനി ഇവരിവിടെ നിൽക്കണ്ട. അമ്മയ്ക്ക് ഇവരുടെ കൂടെ പോകണമെന്നാണെങ്കിൽ പോകാം. അമ്മയും ഞാൻ എതിർക്കില്ല എന്ന് സുജാത പറയാണ് കേട്ടോ. അപ്പം മകളുടെ ധാർഷ്ട്യത്തോടു കൂടിയുള്ള ഈ പെരുമാറ്റവും തന്നെ പോലും വേണ്ട എന്നുള്ള തീരുമാനമൊക്കെ രാധമ്മയ്ക്ക് ഒരുപാട് സങ്കടം വരും. സുജാതയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ ഒരുപാട് സങ്കടം വരികയാണ് ശാരദയ്ക്ക്. അല്ലെങ്കിൽ തന്നെ സുജാതയുടെ വീട്ടിൽ നിൽക്കാൻ ഒട്ടും പറ്റാത്ത അവസ്ഥയിലായിരുന്നല്ലോ ശാരദ. അപ്പോഴാണ് ഈ രീതിയിൽ സംസാരിക്കുന്നത്. അപ്പം കരഞ്ഞുകൊണ്ടിരിക്കുന്ന ശാരദയെ കാണുമ്പം കാവേരിക്ക് ഒരുപാട് സങ്കടം വരിക. ബാ അമ്മേ, നമുക്കിപ്പം തന്നെ ഇവിടുന്ന് പോകാം, എങ്ങോട്ടെങ്കിലും പോകാം. ഇനിയും അമ്മ ഇങ്ങനെ ഇവരുടെ മുന്നിൽ തല കുമ്പിട്ട് ഇരിക്കുന്ന കാണാൻ എനിക്ക് സാധിക്കില്ല എന്ന് പറയുകയാണേ. അപ്പം ഗംഗ ചോദിക്കും, നമ്മൾ എങ്ങോട്ട് പോകാനാ മോളെ? അപ്പം ഇവർ തമ്മിലുള്ള സംസാരമൊക്കെ ശ്രദ്ധിക്കുന്ന ഗീത പറയും, എങ്ങോട്ടെങ്കിലുമൊക്കെ പോടി, നിനക്കൊക്കെ വലിയ അഹങ്കാരമായിരുന്നല്ലോ, കുറച്ച് പണി എടുപ്പിച്ചു എന്നും പറഞ്ഞ് നീ എന്നെ ചോദ്യം ചെയ്യാൻ വന്നവളല്ലേ. എന്നിട്ട് ഇപ്പം എന്തു പറ്റി? നിന്റെയൊക്കെ അഹങ്കാരവും ധാർഷ്ട്യവും തീർന്നോ? എൻ്റെ വീടല്ലാതെ എങ്ങോട്ട് ഇറങ്ങി പോകാനാ? സ്വന്തം വീട് നഷ്ടപ്പെട്ടിട്ടല്ലേ ഇങ്ങോട്ട് വലിഞ്ഞു കയറി ഞങ്ങളുടെ വീട്ടിൽ വന്ന് കിടക്കുന്നത്. എന്നിട്ട് ഈ രാത്രിയിൽ ഞങ്ങൾ ഇറക്കി വിട്ട് കഴിഞ്ഞാൽ എങ്ങോട്ട് ഇറങ്ങിപ്പോകാൻ പോലും സ്ഥലമില്ലെന്നുള്ള ചിന്തിക്കാതെയല്ലേ ഞങ്ങളോട് ഈ രീതിയിലൊക്കെ പെരുമാറിയത്. എൻ്റെ അനിയനെ പോലും നീക്ക് കൂടി തിരിച്ചില്ലേ ഞങ്ങൾക്കെതിരെ എന്ന് പറയാം. അപ്പൊ വിനീത് അങ്ങോട്ട് കേട്ടോണ്ട് വരികയാണ്. എന്നിട്ട് പറയാം, അമ്മ എന്തൊക്കെയാ അമ്മ ഈ പറയുന്നേ? ഗീത ചേച്ചിക്കൊന്നും മിണ്ടാതിരുന്നൂടെ? ഈ രീതിയിലൊക്കെ സംസാരിക്കാൻ എന്തിനാ ഇവരോട്? ദേ, ചേച്ചിയും കൂടുതൽ സംസാരിക്കൊന്നും വേണ്ട. ചേച്ചിയുടെ ജീവിതം എങ്ങനെ ഉണ്ടാക്കിയെടുത്തതെന്നും ചിന്തിക്കുന്നത് നല്ലതാ. ചേച്ചിക്ക് തന്ന സ്ത്രീധനമൊക്കെ എവിടുന്നുണ്ടാക്കിയതാ? ആ പാവം അമ്മാവൻ ആ മരുഭൂമിയിൽ കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശെടുത്തല്ലേടി നിനക്ക് സ്വർണം മേടിച്ചത്. ആ ചിന്തയൊക്കെ നിനക്കുണ്ടോ എന്ന് ചോദിക്കുക. എനിക്ക് സ്വർണം തന്നെങ്കിലേ അമ്മാവനെ ആരെ ഗൾഫിലേക്ക് അയച്ചത്? അമ്മയുടെ കെട്ടുതാലി പണയം വെച്ചിട്ടല്ലേ പോയത്. അപ്പൊ പിന്നെ അമ്മാവൻ കുറച്ച് കാശ് എനിക്ക് തന്നെന്ന് കരുതി അതത്ര വലിയ കാര്യമൊന്നും. ഇഷ്ടം പോലെ സ്വത്തും പണവും ഒക്കെ ഉണ്ടായിരുന്നപ്പോഴല്ലേ അതിൽ നിന്ന് കുറച്ചെനിക്ക് എനിക്ക് തന്നത്. അല്ലാതെ അമ്മാവന്റെ സ്വന്തം ഇഷ്ടത്തിന് തന്നതുമല്ലേ. അല്ലാതെ ഞാൻ അങ്ങോട്ട് കെട്ടിക്കേറിപ്പോയി ചോദിച്ചൊന്നും ഇല്ലല്ലോ എന്ന് ഗീത പറയാണ് കേട്ടോ. അപ്പൊ ഗീതയുടെ ഈ രീതിയിലുള്ള സംസാരമൊക്കെ കേൾക്കുമ്പോൾ കാവേരിക്ക് ശരിക്കും ദേഷ്യം വരിക. അപ്പൊ വിനീതിന്റെ അടുത്ത് എന്നിട്ട് പറയും, വിനീതേട്ട, ഇനി ഒരു നിമിഷം പോലും ഈ വീട്ടിൽ ഞങ്ങൾ നിൽക്കില്ല. വിനീതേട്ട നിർബന്ധിച്ച് വിളിച്ചത് കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. പക്ഷേ ഇവിടെ വന്ന് കയറിയപ്പോൾ തൊട്ട് അമ്മായിയുടെയും ഗീത ചേച്ചിയുടെയും പെരുമാറ്റം വിനീതേട്ടനും കാണുന്നതല്ലേ. നിങ്ങളെ കൊച്ചു കുട്ടിയാണെന്നുള്ള വിചാരം പോലും ഇല്ലാതെ ഏതൊക്കെ രീതിയിലാണ് അവളെ ഉപദ്രവിക്കുന്നത്. അവളെ ഞുള്ളിപ്പറിച്ചു. ഇനിയും ഇങ്ങനെ ആട്ടും തുപ്പും കേട്ട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞ സ്ഥിതിക്ക് ഇനിയും ഞങ്ങൾ ഇവിടെ നിൽക്കുന്നില്ല, ഇപ്പം തന്നെ ഇറങ്ങുക എന്ന് പറയൂട്ടോ.
ചേച്ചി പോയി സാധനങ്ങൾ എടുത്തിട്ട് വാ എന്ന് പറയാ ഗംഗയോട്. അപ്പൊ ഗംഗയും യമുനയും കൂടി പോയി അവരുടെ എല്ലാ സാധനങ്ങൾ എടുത്തിട്ട് ഇറങ്ങാനായിട്ട് തുടങ്ങുക. അപ്പൊ വിനീത് ചോദിക്കും, നിങ്ങൾ എങ്ങോട്ടാ പോകുന്നത്? ഈ രാത്രിയിൽ എവിടേക്കാ പോകുക? നീ ഒന്ന് സമാധാനപ്പെടുക കാവേരി. ഗംഗ നീ എങ്കിലും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കവളെ എന്ന് പറയാം. അപ്പൊ ഗംഗ പറയും, വിനീതേട്ട ഞങ്ങൾ എന്തെങ്കിലും ചെയ്തോളാം. ഇനിയും വിനീതേട്ടൻ ഞങ്ങളുടെ പിന്നാലെ നടന്ന് അപ്പച്ചിയുടെ ദേഷ്യം കൂടുകയുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങാം. വിനീതേട്ടൻ ഞങ്ങളെ എതിർക്കരുത് എന്ന് പറയാണ് കേട്ടോ. അപ്പൊ വിനീതൻ എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിൽ വരികയാണേ. അപ്പം രാധമ്മയെ അവർ വിളിക്കുന്നില്ല കേട്ടോ. ഈ പാതിരാത്രിയിൽ പെരുവഴിയിലേക്ക് ഇറങ്ങുമ്പം രാധമ്മയെ കൂടി കൊണ്ടുപോകണ്ടല്ലോ എന്ന് കരുതി അവർ ഒറ്റയ്ക്ക് ഇറങ്ങാനായിട്ട് പോവാം. അപ്പോഴത്തേക്കും കാവേരി ഇറങ്ങുന്നതിന് മുന്നേ സുജാതയുടെ അടുത്തേക്ക് വന്നിട്ട് പറയും, അപ്പച്ചി വന്ന വഴി ഒരിക്കലും മറക്കുന്നവരല്ല ഞങ്ങൾ. അപ്പച്ചിയും അത് മറക്കരുതായിരുന്നു. ഞങ്ങളുടെ അച്ഛൻ ജീവിച്ചിരുന്ന കാലത്തോളം അപ്പച്ചിയെ എങ്ങനെ കൊണ്ടു നടന്നതെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അച്ഛൻ മരിച്ചെന്ന് കരുതി ആ ബന്ധങ്ങളും അപ്പച്ചി അവസാനിപ്പിച്ചെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഇനി യാതൊരു ബന്ധത്തിന്റെ പേരും പറഞ്ഞ് ഈ പടി ഞങ്ങൾ ആരും കയറില്ല. ഇനി അപ്പച്ചിയും തിരിച്ച് അങ്ങനെ തന്നെ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടാട്ടോ കാവേരി അവിടെ നിന്ന് ഇറങ്ങുന്നത്. അപ്പം രാധമ്മയും പെട്ടെന്ന് ബാഗും എടുത്തുകൊണ്ട് വരികയാണ്. അപ്പം രാധമ്മ ഇറങ്ങിപ്പോകുമെന്ന് സുജാത ഒട്ടും കരുതിയില്ല. സുജാതയോട് പറയും, എനിക്കൊരു മകളുണ്ടായിരുന്നു, പക്ഷേ അവളുടെ മനസ്സ് ഇത്രയ്ക്കും ദുഷിച്ചതാണെന്ന് ഞാൻ കരുതിയില്ല. എന്നാണോ സ്വന്തം ഏട്ടൻ്റെ ഭാര്യയും മക്കളെയും സ്വന്തം വീട്ടിൽ നിന്ന് ഈ പാതിരാത്രിയിൽ പെൺകുട്ടികളാണ് എന്ന് പോലും ചിന്തിക്കാതെ ഇറക്കി വിടാൻ മാത്രം നീചമായൊരു മനസ്സ് അവൾക്ക് ഉണ്ടായി തുടങ്ങി. അന്നു മുതലേ ആ മകൾ മരിച്ചെന്ന് ഞാനും കരുതുക. ഇവരെ ഇറക്കി വിട്ട നീ എന്നെയും ഇറക്കി വിടുന്നതിന് തുല്യം തന്നെയാ. ഞാനും ഈ നിമിഷം ശാരദയുടെ ഒപ്പം ഇറങ്ങുക എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോകട്ടോ. അപ്പം രാധമ്മ ഇറങ്ങുന്ന കാണുമ്പോൾ സുജാത പറയും, അമ്മയെ ഇറങ്ങിപ്പോകണമെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, ഇവരോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. വേണ്ടടി, അവരൊരു തെറ്റും ചെയ്തിട്ടില്ല. നിന്റെ സ്വഭാവമൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. എൻ്റെ മകൻ പോയി, എൻ്റെ മകളും മരിച്ചെന്ന് ഞാൻ അങ്ങ് കരുതിക്കോളാം. ഇവർക്കാർക്കും ഇല്ലാത്ത ഒരു പരിഗണന നീ എനിക്കും തരണ്ട എന്നും പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുവാണ് കേട്ടോ. അപ്പം മുത്തശ്ശി എന്താ ഈ ചെയ്യുന്നത്? അമ്മ വല്ലതും പറഞ്ഞെന്നും കേട്ട് മുത്തശ്ശിയും ഇവരുടെ ഒപ്പം കിടന്ന് തുള്ളുവാണോ എന്ന് വിനീത് ചോദിക്കും. വേണ്ട മോനെ, ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനേ ഈ വൃദ്ധയ്ക്ക് പറ്റും. ഇവിടെ വന്ന് കയറിയ അന്ന് മുതൽ ഈ പിഞ്ചു കുഞ്ഞ് നിളയെ പോലും ഇട്ട് പണിയെടുപ്പിക്കുന്നത് ഞാനും കാണുന്നതാ. കുറേയൊക്കെ കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ച് ഞാനും നടിച്ചതാ. ഞങ്ങളുടെ അവസ്ഥ അതാണല്ലോ എന്ന് കരുതി. പക്ഷേ ഇത്രയും അതപ്പതിച്ച രീതിയിൽ ഇവള് പെരുമാറുമെന്ന് ഞാൻ കരുതിയില്ല. എന്നിട്ട് ഗീതയുടെ അടുത്തേക്ക് ചെല്ലും. നീ ഇപ്പം അഭിമാനത്തോടെ കൊണ്ടു നടക്കുന്ന നിന്റെ ഒരു കുടുംബം ഉണ്ടല്ലോ, അതെങ്ങനെ കെട്ടിപ്പടുത്ത് ഉയർത്തിയെടുത്തുവെന്ന് നീ ഇടയ്ക്കൊക്കെ ചിന്തിക്കുന്നത് മനസ്സിൽ വെക്കുന്നത് എന്തുകൊണ്ട് നല്ലതാ എന്ന് പറയൂ കേട്ടോ. അത് കേൾക്കുന്ന ഗീത പറയും, മുത്തശ്ശി കൂടുതലൊന്നും പറയാൻ നിൽക്കണ്ട. ഇത്രയ്ക്കും ഗതികെട്ട അവസ്ഥയിലൊന്നും ഞാൻ എന്തായാലും പോകാനും പോകുന്നില്ല. എനിക്ക് എങ്ങനെ ജീവിക്കണമെന്ന് നന്നായിട്ട് അറിയാം എന്ന് വളരെ ദേഷ്യത്തോടു കൂടി ഗീതയും പറയാണ് കേട്ടോ. അപ്പം അവരുടെ ഒപ്പം രാധമ്മയും ആ പടി ഇറങ്ങുകയാണേ. അപ്പം രാധമ്മ കൂടി ഇറങ്ങി പോകുന്ന കാണുമ്പം സുജാതയ്ക്ക് ചെറിയൊരു സങ്കടമൊക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പം വിനീതാണ് അവരുടെ പിന്നാലെ പോകാൻ തുടങ്ങുമ്പോഴത്തേക്കും സുജാതയാണെങ്കിൽ വിനീതിന് തടഞ്ഞു നിർത്തും. നീ എങ്ങോട്ടാ അവരുടെ പിന്നാലെ പോകുന്നത്? നീ ഇപ്പം അവരുടെ പിന്നാലെ പോയി കഴിഞ്ഞാൽ ഈ നിമിഷം നിന്റെ പെറ്റ തളയായ എന്നെ മറന്നേക്കണം. നീ തിരിച്ചു വരുമ്പം എൻ്റെ ജഡമായിരിക്കും ഇവിടെ കാണുന്നത്. ജീവനറ്റ എൻ്റെ ശരീരം, അത് നിനക്ക് കാണണോ എന്ന് ചോദിച്ച് ഭീഷണിപ്പെടുത്തുകയാണ് കേട്ടോ. അപ്പം അമ്മ ഈ രീതി സംസാരിക്കുമ്പം എന്ത് ചെയ്യണമെന്നറിയാതെ വിനീത് നിൽക്കുകയാണ്. അമ്മ പറഞ്ഞതുപോലെ ചെയ്യുന്ന സ്വഭാവക്കാരിയാണെന്ന് വിനീതിന് നന്നായിട്ട് അറിയാം. അപ്പോൾ ശാരദയുടെയും മുത്തശ്ശിയുടെയും കൂടെ പോകാൻ കഴിയാതെ വിനീത് ആകെ ധർമ്മസങ്കടത്തിലാവുകയാണ്. അപ്പോഴത്തേക്കും ഗീത വന്നിട്ട് പറയും, നിനക്ക് വലുത് ഇപ്പം ആ ഇറങ്ങിപ്പോയവരാണെന്നൊക്കെ ഞങ്ങൾക്കറിയാം. പക്ഷേ എൻ്റെ അമ്മയ്ക്ക് നീ കാരണം എന്തെങ്കിലും സംഭവിച്ചാൽ വിനീത് നിന്നോട് ഞാൻ ഒരിക്കലും ക്ഷമിക്കില്ല. നീ ഈ വീടിൻ്റെ പടി ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ അമ്മ എന്തെങ്കിലും കടുങ്കൈ ചെയ്യും, അതെനിക്കറിയാം. അങ്ങനെ വല്ല സംഭവിച്ചാലുണ്ടല്ലോ എന്ന് പറഞ്ഞ ഗീത കയറി പോവാണ് കേട്ടോ. ചെയ്യണമെന്നറിയാതെ വിനീത് അവ ധർമ്മസങ്കടത്തിൽ നിൽക്കുക. ഇതേ സമയം എങ്ങോട്ട് പോകുമെന്ന് അറിയാതെയാണ് ശാരദ നടക്കുന്നത്. അപ്പോൾ യമുന ചോദിക്കും കാവേരിയോട്, ചേച്ചി ഈ രാത്രി നമ്മൾ എവിടേക്കാണ് പോവുക? ഒരു വാടക വീട് പോലും സംഘടിപ്പിക്കാൻ നമുക്ക് പറ്റില്ലല്ലോ എന്ന് പറയാം. അപ്പം രാധമ്മയും പറയും, അതെ നമ്മൾ എങ്ങോട്ടാണ് പോവുക? അപ്പം ശാരദ പറയും, നമുക്ക് സ്നേഹതീരത്തിലേക്ക് പോകാം. അകത്ത് കയറാൻ പറ്റത്തില്ലെന്നല്ലേ ഉള്ളൂ, നമുക്ക് പുറത്ത് എവിടെയെങ്കിലും ഇരിക്കാലോ എന്ന് പറയാണ്. നിള പറയും, അമ്മ എനിക്ക് നടന്നു മടുത്തു, ബാ മോളെ നമുക്ക് നമ്മുടെ വീടിൻ്റെ പടിക്കൽ പോയി ഇരിക്കാം എന്ന് പറഞ്ഞ് അവരെല്ലാവരും ആ പാതിരാത്രിയിൽ വീടിനടുത്തുള്ള ഒരു മരച്ചോട്ടി പോയി ഇരിക്കുകയാണ് കേട്ടോ. അപ്പം രാധമ്മ പറയും, ഈ രാത്രി ഇവിടെ അത്ര നല്ല സ്ഥലമൊന്നുമല്ല, പണ്ടൊക്കെ മൃഗങ്ങളൊക്കെ വന്നുകൊണ്ടിരുന്ന സ്ഥലമാണ്, ഇപ്പം തന്നെ കോട ഇറങ്ങും എന്ന് പറയും കേട്ടോ. അത് കേൾക്കുമ്പോഴത്തേക്കും ശാരദ പറയും, ഇതിൽ കൂടുതൽ നമുക്ക് എന്താമേ ഇനി വരാനുള്ളത്? ഇവിടെ കിടന്ന് മരിക്കാനാ നമ്മുടെയൊക്കെ വിധിയെങ്കിൽ അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് പറയാണ്. അപ്പോഴത്തേക്കും ശാരദയോട് രാധമ്മ പറയും,
എൻ്റെ മോള് ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുമെന്ന് ഞാൻ കരുതിയില്ല. സുജാത ആകെ മാറിപ്പോയി എന്ന് പറയാ. നമുക്ക് ഈ അവസ്ഥ വന്നല്ലോ എന്നും പറഞ്ഞ് കരയുക. അപ്പൊ യമുന പറയും, ചേച്ചി നമ്മൾ ഇനി എന്താ ചെയ്യുക, വീട് എത്രയും പെട്ടെന്ന് തിരിച്ചെടുക്കണം എന്ന് പറയാണേ. അപ്പൊ ഗംഗ പറയും, എൻ്റെ ആഭരണങ്ങൾ നമ്മുടെ കയ്യിലില്ലേ കാവേരി, നമുക്ക് നാളെ തന്നെ അത് വിറ്റ് നമുക്ക് കാശ് മേടിക്കാം, എന്നിട്ട് എത്രയും പെട്ടെന്ന് വീട് തിരിച്ചെടുക്കണം. അല്ലാതെ ഇനിയും എങ്ങോട്ടെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ജീവിക്കുക ഒരു അന്തവും കുന്തവും ഇല്ലാതെ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പൊ പെട്ടെന്ന് ശാരദയും അച്ഛമ്മയും കൂടി പറയും, അതെങ്ങനെ ശരിയാവും, നിന്റെ കല്യാണത്തിന് വേണ്ടി മേടിച്ച സ്വർണ്ണമല്ലേ, അത് വിൽക്കുക എന്ന് പറഞ്ഞാൽ ഇനി നിന്റെ കല്യാണമൊക്കെ ആവുമ്പം എന്ത് ചെയ്യും മോളെ എന്ന് ചോദിക്കാണ് കേട്ടോ രാധമ്മ. അപ്പൊ ശാരദ ചോദിക്കും, അമ്മ പറഞ്ഞത് നേരാ, ദേ അമ്മേ കിടപ്പാടം പോലും ഇല്ല, ഇപ്പൊ നമ്മൾ പെരുവഴിയിലാണ് നിൽക്കുന്നേ, ഈ സാഹചര്യത്തിൽ സ്വർണവും കെട്ടിപ്പിടിച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും നടക്കുമോ, ആദ്യം നമുക്ക് കിടക്കാനൊരു കിടപ്പാടം ഉണ്ടാക്കാം, അതിനുശേഷമല്ലേ കല്യാണക്കാരും ഒക്കെ, അതപ്പം നോക്കാം, ആകെ എങ്ങനെയെങ്കിലും ഒന്ന് പിടിച്ചു നിർത്താനാണ് ഞാൻ ശ്രമിക്കുന്നത് എന്ന് പറയാണ് കേട്ടോ. അപ്പൊ കാവേരി മിണ്ടാതിരിക്കുക. അപ്പൊ കാവേരിയോട് പറയും, ഞാൻ പറയുന്നത് നിനക്ക് കേൾക്കുന്നില്ലേ കാവേരി, നാളെ തന്നെ നമുക്ക് പോകണം എന്ന് പറയാണ് കേട്ടോ. അങ്ങനെ അവരുടെ വീട് തിരിച്ചെടുക്കാനായിട്ട് ഗംഗയുടെ സ്വർണം വിൽക്കാനായിട്ട് നേരെ ബാങ്കിലേക്ക് പോവാണ്. അവിടെ ചെന്ന് കഴിയുമ്പം കാവേരിക്ക് ആകെ സങ്കടം തോന്നുവേ. അതുപോലെ ആശിച്ചു മോഹിച്ച ഓരോ ആഭരണങ്ങളും ഗംഗ അച്ഛനെ കൊണ്ട് മേടിപ്പിച്ചത്. അപ്പം നെറ്റിച്ചുട്ടി കയ്യിലെടുക്കുമ്പം അന്ന് ഉണ്ടായ സംഭവങ്ങളൊക്കെയാണ് കാവേരിയുടെ മനസ്സിലേക്ക് വരുന്നത്. ചേച്ചി ഒരു നെറ്റിച്ചുട്ടിക്ക് വേണ്ടി അമ്മയോട് വാശി പിടിക്കുന്നതും അച്ഛൻ അത് സർപ്രൈസ് ആയിട്ട് സ്വർണത്തിന്റെ മേടിച്ചുകൊണ്ട് വരുന്നതും ഒക്കെ കാവേരിയുടെ മനസ്സിലേക്ക് വരിക. അപ്പം കാവേരി ചോദിക്കും, ചേച്ചി ഇത് നമുക്ക് വിൽക്കണോ, നമുക്ക് പണയം വെച്ചാലും പോരെ, നീ എന്താ കാവേരി കാര്യം മനസ്സിലാക്കാതെ സംസാരിക്കുന്നേ, ഇപ്പൊ സ്വർണത്തിന് നല്ല വിലയുള്ള സമയം, പണയം വെച്ചാലേ നമുക്ക് കാശ് കുറവേ കിട്ടുള്ളൂ, വിൽക്കുവാണെങ്കിൽ നല്ലൊരു തുക തന്നെ കിട്ടും, അങ്ങനെയാണെങ്കിൽ വീട് തിരിച്ചെടുത്തതിന് ശേഷം മിച്ചം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ജീവിക്കേണ്ടേ മുന്നോട്ട് എന്ന് ചോദിക്കാം. അപ്പൊ കാവേരി അതിനെപ്പറ്റി ചിന്തിക്കുകയാണ് കേട്ടോ. പക്ഷേ കാവേരിയെ നിർബന്ധിപ്പിച്ച് ഗംഗ ആ സ്വർണം മുഴുവനും വിൽക്കുക. ആ കിട്ടിയ പൈസയ്ക്ക് അവർ നേരെ ബാങ്കിലേക്ക് ചെല്ലുകയാണ്. ബാങ്കിൽ കാശ് അടച്ച് എത്രയും പെട്ടെന്ന് വീടിന്റെ പേപ്പറുകൾ തിരിച്ചു മേടിക്കാനായിട്ട്. അപ്പം ഇവരെ കാണുമ്പോൾ തന്നെ ബാങ്ക് മാനേജർ ചോദിക്കും, കാശ് തരാനൊന്നും പറ്റില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, അവധി ചോദിക്കാൻ വന്നതായിരിക്കും അല്ലേ, ഇനി ഒരു അവധിയും തരത്തില്ല, ഇതിപ്പം ജയപാലൻ സാറ് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇളവ് ഞാൻ തന്നത്, നിങ്ങൾ അടയ്ക്കാനുള്ള തുക അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ വീട് ഞങ്ങൾ തരുന്നതായിരിക്കും എന്ന് പറയാണ് കേട്ടോ. അപ്പം പൈസ ഇവർ അടയ്ക്കാൻ കഴിയില്ല എന്നുള്ള ഒരു തോന്നലിലാണ് മാനേജർ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. അത് കേൾക്കുമ്പം കാവേരി പറയും, ഞങ്ങൾക്ക് കാശ് അടയ്ക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് സാറാണോ തീരുമാനിക്കുന്നത്, ദേ സാറ് പറഞ്ഞ അത്രയും തുകയുണ്ട്, ഇത് മുഴുവനും ഞങ്ങൾ തന്ന സ്ഥിതിക്ക് എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ വീടിന്റെ മേലുള്ള എല്ലാ പേപ്പറുകളും ഞങ്ങൾക്ക് തിരിച്ചു തരണം എന്ന് പറയാണ്. അപ്പം എന്ത് ചെയ്യണമെന്നറിയാതെ ബാങ്ക് മാനേജർ അവിടെ ആകെ പെട്ട അവസ്ഥയിൽ നിൽക്കുകയാണ്. കാരണം ഇങ്ങനെ ഒരു പ്രതിസന്ധി അയാൾ ഒട്ടും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പൈസ അടച്ചിട്ടും ബാങ്ക് മാനേജർ വീടിൻ്റെ പേപ്പറുകൾ തിരിച്ചു തരാതെ വരുമ്പം കാവേരിയും ഗംഗയും കൂടി അതിനെ ചോദ്യം ചെയ്യുക. അപ്പോൾ ഈ ശബ്ദമൊക്കെ കേട്ടോണ്ടാണ് നമ്മുടെ നരൻ അങ്ങോട്ട് വരുന്നത്. അപ്പം നരൻ അവിടെ ഇരുന്നൊരു സ്റ്റാഫിനോട് ചോദിക്കുന്നുണ്ട്, എന്താ ഇവിടെ സംഭവം എന്ന് ചോദിക്കുക. അപ്പം നരനെ കാണുമ്പം എല്ലാവരും ബഹുമാനത്തോടു കൂടി തന്നെ എഴുന്നേൽക്കുകയാണ്. അത് സാർ, ആ കുട്ടികളുടെ വീടിൻ്റെ മേൽ കുറച്ച് പൈസ അടയ്ക്കാനുണ്ടായിരുന്നു, ആ പൈസ അവർ അടച്ചപ്പം വീടിൻ്റെ പേപ്പറുകൾ ചോദിക്കുന്നതാ എന്ന് പറയുകയാണേ. അപ്പം മാനേജർ അവരോട് പുറത്തിരിക്കുക, ഇപ്പം തന്നെ ശരിയാക്കാമെന്നും പറഞ്ഞിട്ട് അവരെ അങ്ങ് മാറ്റി നിർത്തുകയാണ് കേട്ടോ. ഇത് ഈ സമയം തന്നെ നരൻ അങ്ങോട്ട് കയറി ചെല്ലുക. അപ്പം നരനെ കാണുമ്പം ബാങ്ക് മാനേജർ വേഗം എഴുന്നേക്കുക. സാറെന്താ പ്രതീക്ഷിക്കാതെ ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിക്കുക. അതെന്താടോ, എനിക്കിങ്ങോട്ട് വരത്തില്ലേ, എന്തായിരുന്നു ഇവിടെ ഒരു ബഹളം കേട്ടത് എന്ന് നരൻ ചോദിക്കും. അപ്പം ബാങ്ക് മാനേജർ പറയും, അത് പിന്നെ സാർ, ഒരു വീടിൻ്റെ കാര്യം ഞാനെല്ലാം കേട്ടു, അവർ അടയ്ക്കാനുള്ള എല്ലാ തുകയും അടച്ച സ്ഥിതിക്ക് ആ വീട് താൻ എത്രയും പെട്ടെന്ന് തിരിച്ചു കൊടുത്തോണം, ഇനി അവരെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടാനോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമെന്ന് അറിഞ്ഞാൽ ഈ നരൻ്റെ സ്വഭാവം തനിക്ക് അറിയാലോ എന്ന് ചോദിക്കോ. അയ്യോ വേണ്ട സാർ, ഞാൻ ഇപ്പം തന്നെ എല്ലാം ശരിയാക്കിക്കോളാം എന്ന് അപ്പോൾ അയാൾ പറയൂട്ടോ. നരൻ്റെ ഉടമസ്ഥതയിലുള്ള ഒരു പ്രൈവറ്റ് ബാങ്കാണ് കേട്ടോ അത്. അവിടെയാണ് കാവേരിയുടെ വീട് പണയം വെച്ചിരിക്കുന്നത്. അപ്പം പെട്ടെന്ന് ബാങ്ക് മാനേജർ ചോദിക്കും, അല്ല സാർ, സാറിന് ഒരു പരിചയമില്ലാത്ത ആ കുടുംബത്തിന് വേണ്ടി സാർ എന്തിനാ ഇത്ര റിസ്ക് എടുക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ പറയും, അവരെ ഈ കിടന്ന് ബഹളം വെക്കുന്നതും കഷ്ടപ്പെടുന്നതും മുഴുവനും അവരുടെ അച്ഛനുണ്ടാക്കിയ അവരുടെ വീട് വീണ്ടെടുക്കാനാ, ഇങ്ങനൊരു അച്ഛൻ എനിക്കും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് നരൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും ഫോട്ടോ അവിടെ വെച്ചിട്ടുണ്ട്, മാലയൊക്കെ തൂക്കി. ആ ഫോട്ടോയിലേക്ക് നോക്കുകയാണ്. നരൻ്റെ വാക്ക് കേട്ട മാനേജർ വേഗം തന്നെ കാര്യങ്ങളെല്ലാം ക്ലിയർ ആക്കി പേപ്പറുകളൊക്കെ തിരിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ കാവേരി അവിടെയുള്ള ഒരു സ്റ്റാഫിനോട് ചോദിക്കും, അല്ല ഇത്രയും നേരം ഉടക്ക് പറഞ്ഞിരുന്ന ആ ബാങ്ക് മാനേജർക്ക് പെട്ടെന്ന് ഇത് എന്തു പറ്റി എന്ന് ചോദിക്കാൻ പറയും, അത് നരൻ സാർ ഇടപെട്ടതുകൊണ്ടാണ്, നിങ്ങളുടെ വീടിൻ്റെ ഉള്ള എല്ലാ ഇടപാടുകളും പെട്ടെന്ന് തീർത്തു കൊടുക്കാൻ നരൻ സാറ് പറഞ്ഞു, നരൻ സാറ് പറഞ്ഞാൽ പിന്നെ സാറിന് അത് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് ചോദിക്കുക. അപ്പോൾ കാവേരി ചോദിക്കും, അതാരാ എന്ന് ചോദിക്കുമ്പോൾ പറയും, ഈ ബാങ്കിൻ്റെ ഉടമസ്ഥന എന്ന് പറഞ്ഞ് നരനെ ചൂണ്ടിക്കാണിക്കും കേട്ടോ. അപ്പം നമ്മുടെ കാവേരി നരനെ കണ്ടൊരു
താങ്ക്സ് പറയാനായിട്ട് അവിടേക്ക് ഓടി ചെല്ലുകയാണ്. അപ്പോൾ കാവേരി വിളിക്കുമ്പോൾ നരനാണെങ്കിൽ നിൽക്കുക. എന്താ എന്ന് ചോദിക്കുക. അത് സാർ, ഞങ്ങൾക്ക് ചെയ്തു തന്ന ഉപകാരത്തിന് ഒരുപാട് നന്ദിയുണ്ട് സാർ. ഈ ബാങ്ക് മാനേജർ ആദ്യം തൊട്ടേ ഞങ്ങൾ ഒത്തിരി ഇട്ട് വട്ടം വലിപ്പിക്കുന്നുണ്ട്. എന്തായാലും സാറ് കാരണമാണ് ഞങ്ങളുടെ വീട് ഞങ്ങൾക്ക് തിരിച്ച് കിട്ടിയത്. ഞങ്ങളുടെ അച്ഛൻ ഞങ്ങൾക്കായിട്ട് പണിത വീടാ. ഒരുപാട് നന്ദിയുണ്ട് സാർ എന്നും പറഞ്ഞ് കാവേരി കരയാണ്. അത് കേൾക്കുന്ന നരൻ പറയും, അതൊന്നും സാരമില്ല. നിങ്ങളുടെ അച്ഛൻ നിങ്ങൾക്ക് ഉണ്ടാക്കിയ വീട്ടിൽ നിന്ന് നിങ്ങളെ ആരും ഇറക്കി വിടാൻ പോകുന്നില്ല എന്നും പറഞ്ഞ് നരൻ അവിടുന്ന് കൂടുതലൊന്നും പറയാൻ നിൽക്കാതെ പോവാണ് കേട്ടോ. അപ്പോൾ കാവേരി ആരാധനയോടെ നരനെ ഇങ്ങനെ നോക്കുക. അതൊക്കെയാണ് ഇനി വരാൻ പോകുന്ന എപ്പിസോഡിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ്സ് വഴി എന്നെ അറിയിക്കാനും